ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഒരു 6 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റു എന്ന് പറയാന്ന് വെച്ചാൽ ഉറങ്ങിയിട്ടില്ല, അത് കാരണമാണ് നേരത്തെ എഴുന്നേറ്റത്. അല്ലെങ്കിൽ ഞാൻ ഇത്ര മണിക്കൊന്നും എഴുന്നേൽക്കാറേയില്ല. പക്ഷേ ഉറക്കം നമ്മൾ പറഞ്ഞ പോലെ സെറ്റായില്ല. അവിടെ കിടക്കുന്നതൊന്നും സെറ്റാവാത്ത കാരണം ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചയൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കായിരുന്നു. വേഗം നേരം വെളുത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് കിടന്നത്. അപ്പോൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഞാനായിട്ടിപ്പോൾ ആരും എഴുന്നേറ്റുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര നിശബ്ദതയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നേരം പുറത്തൊക്കെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ആസ്വദിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നവീൻ ചേട്ടൻ ഏറ്റു വന്നു. നവീൻ ചേട്ടന് നേരത്തെ പോകേണ്ട കാരണം ആളും ഏറ്റു വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കനകാമ്പരപ്പൂ കണ്ടപ്പോൾ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഒന്നും ഇങ്ങനത്തെ കനകാമ്പരപ്പൂവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി. അപ്പോൾ ദേ ചേട്ടനും എഴുന്നേറ്റ് വേണ്ടിയിട്ടാ. ചേട്ടൻ എഴുന്നേറ്റിട്ട് അപ്പോൾ തന്നെ ചേട്ടനും പോയി. ആനയൊക്കെ കഴിഞ്ഞപ്പോൾ അനന്തും അച്ചൂട്ടനും ഒക്കെ ഏറ്റവും തോന്നുന്നുണ്ട്. അവർ പുറത്തേക്കൊന്ന് ഡാമിലേക്കൊക്കെ പോയി ഒന്ന് വന്നേന്നാണ് പറഞ്ഞത്. പിന്നെ അവരും എഴുന്നേറ്റുണ്ടായിരുന്നു. പിന്നെ നവീൻ ചേട്ടൻ എഴുന്നേറ്റുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ട് ഇവർ എഴുന്നേൽക്കാണ്ടായപ്പോൾ ഞാൻ അവരെ പോയി വിളിച്ചതാണ്. ഇവരെവിടെയൊക്കെ ഇടുന്നതെന്ന് വരെ എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉറങ്ങാൻ പോയപ്പോഴൊക്കെ ഇവർ വർത്താനം പറഞ്ഞിരിക്കണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ റൂമിലാണ് ഇപ്പോൾ കിടന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചിമാരെ പോയി വിളിച്ചു. അവർ എഴുന്നേറ്റിട്ട് അപ്പം തന്നെ കിടന്നു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും അടിയിലേക്ക് വന്നു. അപ്പോൾ അതേ ജിഷ്ണു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവനും കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മുടെ ശ്രീമോളിച്ചിയുടെ ഉണ്ണിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചെന്തിനാ എത്ര നേരത്തെ എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ 6 മണിക്ക് തന്നെ എഴുന്നേക്കും, ഞാനാണ് അമ്മേനെയൊക്കെ വിളിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവനും എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. എപ്പോൾ എഴുന്നേറ്റതെന്ന് അറിയാൾ. അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു ചേച്ചിമാരെല്ലാവരും. അപ്പോൾ അവരൊക്കെ എഴുന്നേറ്റ് വന്ന് അവർക്ക് ഉറക്കം ശരിയാവാത്ത കാരണം പുലർച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഫെസ്റ്റിന് ഫ്രൂട്ട്സൊക്കെ ബാക്കിയായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം, ആരെങ്കിലുമൊക്കെ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ ചായ കുടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ ചായ ഇടാൻ നിൽക്കുകയാണ്. അപ്പം ഇവർ പറയണത് ഇന്നലത്തൊക്കെ എടുക്കണത് റെഡിയല്ല, പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഇല്ല എന്നൊക്കെയാണ് പറയണത് കേട്ടോ. നമുക്കൊരു ഹോള് കിട്ടിയെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഇരിക്കായിരുന്നു. പുറത്ത് നമ്മൾ അത്രയും നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം എല്ലാവരും ഇങ്ങനെ പോയി നേരത്തെ ഉറങ്ങിയതിൻ്റെ കാര്യമൊക്കെയാണ് പറയണത്. അത് കഴിഞ്ഞപ്പോൾ നിഷയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ പിള്ളേർ 3 പേരും അവിടെ കിടക്കുകയാണ്. നമുക്ക് അവിടെ നിന്നാൽ അറിയാം, റൂമിൽ കണ്ടറിയാം. അപ്പോൾ അതാണ് സമാധാനത്തിലായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ ഊഞ്ഞാലൊന്നും ഇവർക്കൊന്നും ആടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ സമാധാനമായിട്ട് ഇന്നാണ് കേട്ടോ എല്ലാവരും ആടിയത് ഊഞ്ഞാലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കിട്ടി. ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാനായിട്ടാ. പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്ത കാര്യം ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മുട്ട പുഴുങ്ങി, നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നു, നമ്മൾ വീണ്ടും ചായ വെച്ചു. അപ്പോൾ ഇതിവിടെ ഞങ്ങൾ തല്ലുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനോടൊരു ചായ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ ചായ കൊണ്ടുവന്നില്ല, അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. അപ്പോൾ അതിൻ്റെ കുശുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെന്തിട്ടാ ബ്രേക്ക്ഫാസ്റ്റ്? ഇഡ്ഡലി, മുട്ട, സാമ്പാർ, ചട്നി. എനിക്ക് കൊണ്ടുവരാനാണ്. അതെ, ഞാൻ ഇഡ്ഡലി കഴിച്ചു തുടങ്ങിയാ? നീ കഴിച്ചോ? കടാവ് എനിക്കുമ്പോ കഴിച്ചോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാം. ആന ഉറങ്ങാം. അമ്പാടിയെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശംഭു അമ്മ കഴിച്ചുറങ്ങിയ? അതിപ്പോ കാർഡിയോളജിസ്റ്റിനെ വീഡിയോ കണ്ടപ്പോഴേക്കും മുഖം മാറിട്ടാ, കുടുവിന്റെ സ്റ്റൈലൊക്കെ മാറി. എന്തിട്ടാണ് പറഞ്ഞ? ഇഡ്ഡലി ഒരു പ്ലേറ്റ് എടുത്തെന്ന് വെച്ച് പോയിണ്ട്. പ്ലേറ്റ് വേണോ? അപ്പം നമ്മുടെ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ റൂം കണ്ടില്ലേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ റൂമിൻ്റെ ബാത്റൂം തുറന്നു കിടക്കണ്ട. അപ്പോൾ എനിക്ക് മനസ്സിലായി മിഴി ഏറ്റുണ്ടാവുമെന്ന്. കാരണം അവൾ നേരെ ബാത്റൂമിൽ പോയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വരിക തിരിച്ച് കണ്ട. അപ്പോൾ വെള്ളം ഒഴിക്കാനായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു വേണ്ട അവിടെ വെച്ചോണ്ട് വരാൻ പറഞ്ഞു.
അപ്പോൾ വേഗം പോയിട്ട് മീൻ എടുത്തോളൂ. സായിമ അവിടെ വീണ്ടും ഉറങ്ങാനായിട്ടാ. ഈ വട്ടം എല്ലാവരും നേരത്തെ എഴുന്നേറ്റു കേട്ടോ. കഴിഞ്ഞ വട്ടമൊക്കെ നല്ലോണം നേരത്തെ എഴുന്നേറ്റിട്ടായിരുന്നു. ബട്ട് ഈ വട്ടം ഉറങ്ങാൻ പറ്റാത്ത കാരണം തോന്നുന്നുണ്ട് എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിട്ടാണ് എങ്ങനെയുണ്ട് ഫുഡൊക്കെ? സൂപ്പർ ഫുഡ്. തുട്ടില്ലാത്ത കാരണം ഒരു സുഖമില്ല ഫുഡിനാ. ഇപ്പൊ വന്നിരുന്നപ്പോ നല്ല സുഖമുണ്ട്. നിങ്ങൾ എന്തിട്ടാ കഴിക്കണേ? ഞങ്ങള് ഒരു ഇഡലി എടുത്തു, കുറച്ച് റൈസ് എടുത്തു, ബീഫ് എടുത്തു, പിന്നെ ഞങ്ങള് ചിക്കന്റെ ചാറ് എടുത്ത് മുട്ട എടുത്തു. അല്ലാതെ പിന്നെ സാമ്പാർ ചട്നി ഞങ്ങൾ കഴിക്കുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവർക്ക് എവിടെന്നാണോ വന്നത്? ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. അവിടെ പാത്രം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും പൂളിയിൽ ചാടാന്ന് വിചാരിച്ചു കേട്ടോ. പോവാറായല്ലോ, അപ്പൊ ഒന്നും കൂടി ഇത് കുളിച്ച് കയറാന്ന് വിചാരിച്ചിട്ട് എന്റെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാൻ വന്നു എന്ന് അറിഞ്ഞപ്പോ ഉള്ള ഓട്ടാണ് കേട്ടോ മിഴിയുടെ. അപ്പോൾ രാവിലെ ബോയ്സ് ആരും ചാടിയില്ല കേട്ടോ. അതായത് വലിയ ബോയ്സ് ആരും ചാടിയില്ല. നമ്മൾ പിള്ളേരും നമ്മൾ മാത്രമാണ് കേട്ടോ ചാടിയത്. അപ്പം നമ്മൾ കുറേ നേരം കുളിച്ച് കളിച്ചൊക്കെ വന്നപ്പോൾ സമയം നല്ല സമയം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വീണ്ടും രാവിലെ കുളിക്കാനൊക്കെ പറ്റിയിട്ടാ. കുളിക്കാനല്ല കളിക്കാനൊക്കെ പറ്റി. ആ മുകളിലേക്ക് നോക്കണേ. ഹലോ മുടി കെട്ടി വെച്ചോക്കളെ. ഇന്നും എല്ലാവരും വെള്ളയ്യാ മാറാത്ത കാരണല്ലേ. യാത്ര എല്ലാവരും കൂടു എന്നിട്ട് വെറുതെ വെച്ചോണ്ടാണോ? ഒരു രാജൊന്നര ഇതാണ്. എടയാ എടയാ അഗാനെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞു അല്ലേ? എങ്ങനെയാ അഭിപ്രായം? പോവല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അഭിപ്രായം എന്താ, കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വൈകിട്ടായിപ്പോ മിസ്സായി. അതായത് രാത്രി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അതാ അവിടെ ആയിരുന്നു രസം. പക്ഷെ അതാ ഈ ആംബിയൻസിന്റെ പ്രശ്നം. ബാക്കിയെല്ലാം കൊണ്ടും അതല്ലേ ഓളായിരുന്നു, നല്ല ഓളായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? എയിമുണ്ടായിരുന്നില്ലേ? അമ്പാടി എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. അടിച്ചു പൊളിച്ചു. അച്ചുട്ടാ സൂപ്പറായിരുന്നു. അവിടെ ഇരിക്കും മീഡിയ. പിള്ളേർക്ക് ഇഷ്ടായ? മുടി അയച്ചിട്ട് ഇഷ്ടായ? അനക്ക് ഇഷ്ടായ? ഋതുനോ ഇഷ്ടായ? എങ്ങനെയുണ്ടായിരുന്നു? പറയില്ലേ എങ്ങനെയുണ്ടായിരുന്നു? പറയും. നന്നായിട്ടുണ്ടായിരുന്നു. അത് കാരണം വയ്യണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചാ? നന്നായിരുന്നു. സൂപ്പറാക്കി പറയും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഗംഭീരായിരുന്നു. വൈകുന്നേരം നമ്മള് ഇരുന്നപ്പോ ഒരു നമ്മൾ പ്രാവശ്യം സ്റ്റേ വിചാരിച്ച മാറുന്ന ആയില്ലെങ്കിലും പക്ഷെ പ്രാവശ്യം വൈബ് ഗംഭീരായിട്ടുണ്ട്. എല്ലാരും ആൾക്കാര് കൂടി നെക്സ്റ്റ് ഞങ്ങള് ഈ റിസോർട്ട് കണ്ടല്ലോ. റിസോർട്ട് പഴയ തന്നെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസോർട്ട് പിന്നെ നമ്മൾക്ക് ഇവര് പറഞ്ഞതിനേക്കാൾ അത്ര കുറവാണ്, അല്ല കൂടുതലായ കാരണം നമുക്ക് എടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല വേറെ അതന്നെ ഞങ്ങൾ 30 പേരുണ്ടായിരുന്നു ഇവിടെ. എത്ര 12 പേര് 15 പേരാണ് മാക്സിമം. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടല്ലാണ്ട് പിന്നെ പൂള് ഈ പറഞ്ഞ പോലെ നമ്മൾ അവിടെ കഴിഞ്ഞ കൊല്ലത്ത് പോയപ്പോ ഓപ്പൺ ആയിരുന്നു. ഇത് ക്ലോസ്ഡാ അതിന്റെ. പക്ഷെ ഞങ്ങൾ ഓളം വെപ്പിച്ചു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അപ്പൂസേ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ കുഴപ്പമൊന്നുമില്ല. എന്നാലും വിചാരിച്ച എക്സ്പെക്ട് ചെയ്തത്ര വലിയ ആംബിയൻസ് ഒന്നും ഇല്ല അവിടെ. ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ അടിച്ചു പൊളിച്ചു. കളിച്ചല്ലേ? പക്ഷെ റൂംസ് എല്ലാം കുഴപ്പമില്ല. കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ നല്ല കപ്പിൾസാ. എങ്ങനെയായിരുന്നു ശംഭു? കഴിഞ്ഞ വട്ടത്തേക്കാളും കുറച്ചുകൂടി രസമായിട്ട് തോന്നി. ഇതാ കാരണം വെച്ചാൽ ഞങ്ങള് കഴിഞ്ഞോട്ടം ഭയങ്കര ലേറ്റ് ആയിട്ട് വന്നു. അതാണ് ഞങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങളൊക്കെ ഒരു ഇതായി ഞങ്ങൾ വന്നിരുന്നു. അങ്ങനെയായി. പക്ഷെ ഇവിടെ നേരത്തെ പക്ഷെ നമ്മൾ നല്ല നേരത്തെ ഇരുന്നു. നല്ല നേരത്തെ എല്ലാവരും ഒരുവിധം നേരത്തോടെ എത്തി. പിന്നെ നമ്മൾ ഡാൻസ് അതൊക്കെ എൻജോയ് ചെയ്തു അല്ലേ?
കൊറേ ടൈം കിട്ടി ഇനി അടുത്ത വട്ടം നമ്മള് പക്ഷെ കുറച്ചുകൂടി പ്ലാൻ ചെയ്യണം. നല്ലോണം പ്ലാൻ ചെയ്തിട്ട് തരണം. അതിന്റെ ഒരു പ്രശ്നം വേറെ കാര്യമുണ്ട്, പരമാവധി നമുക്ക് അടുത്ത വട്ടം ലോങ് പിടിക്കുക. എല്ലാവരും ഉണ്ട്. അത് ഒന്നുകൂടി രസവും വണ്ടിയിൽ നമ്മുടെ യാത്ര. അതന്നെ നമ്മളൊരു ട്രാവലറിൽ കൊള്ളൂലേ? കൊള്ളൂലേ? അത് കൊള്ളും. ബസ് പിടിക്കാൻ ഞങ്ങളെല്ലാവരും സെറ്റ് അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബൈ പറയും. പോണ നേരമായപ്പോഴാണ് എല്ലാവർക്കും കളിക്കാനൊക്കെ തോന്നിയത്. ചിരിച്ചോ? അപ്പുസ് കുറച്ച് വെള്ളം കഴിച്ചു. എന്തൊരാട്ടാട്ടണ്. അയ്യോ ഡ്രസ് എടുത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു? ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ എത്തി. ഇപ്രാവശ്യം കഴിഞ്ഞ മാസത്തെ നേരത്തെ എത്തി. പക്ഷേ ഇവിടുത്തെ റിസോർട്ട് ആംബിയൻസ് വലിയ ഉണ്ടായിരുന്നില്ല. റിസോർട്ട് കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ സർവീസ് ഇത്തിരി ക്ലീനിങ് ഒക്കെ ഇത്തിരി കുറവായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ച് ഞങ്ങൾ ഇനി അടുത്ത ട്രിപ്പ് വെയിറ്റിംഗ്. നീ വാ 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 വേം വാ. ഗുഡ് ഗേളാട്ടാ. തന്നെ ചേർപ്പെടുത്തൂലേ? ഇഷ്ടായി ഇവിടെ? പതുക്കെ പതുക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടായിരുന്നു? ആയിരുന്നു ഇഷ്ടായി ഇവിടെ? നല്ല ഇഷ്ടായോ? ഇനി വരണ അങ്ങോട്ട് തന്നല്ലേ? അപ്പൊ ബൈ. എല്ലാവരും പോവല്ലേ? മിസ് യു എന്നോടാണോ? മിസ് അയ്യോ എല്ലാവരുടെ പ്രകടനം ഇതിലുണ്ട്. എല്ലാവരുടെയും ഉണ്ട്. ചേച്ചി ടാറ്റ പറഞ്ഞ. ഇഷ്ടായോ ചേച്ചി ട്രിപ്പ്? ബൈ ബൈ, സീ യു. ഇങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാവരോടും ടാറ്റ പറഞ്ഞ് പോവാണ്. നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരാണ് കേട്ടോ. നമ്മൾ തൊട്ടടുത്താണ് നമ്മുടെ വീടുകൾ. നമ്മളെ കല്യാണം കഴിച്ചവർ മാത്രമാണ് പുറത്തേക്ക് പോയിട്ടുള്ളൂ, കുറച്ച് അകലെ. പക്ഷെ എന്നാലും എപ്പോഴും വരുന്നതും കാണുന്നതൊക്കെയാണ് കേട്ടോ. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഇവിടെ ഇങ്ങനെയൊക്കെ ഒരുമിച്ചൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വൈബ് വേറെയാണല്ലോ. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ എല്ലാവർക്കും. ഇനി അടുത്ത കൊല്ലമല്ലേ ഇങ്ങനെ കൂടാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ ആൾക്കാർ മൊത്തം ചെറുപ്പം തൊട്ടിട്ടേ, അതായത് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടിട്ട് കാണുന്ന ആൾക്കാരാണ്. അത്രയും ക്ലോസ് ആണ്. ഞങ്ങൾ 3 വീടാണ് കേട്ടോ. 3 വീട് തൊട്ടടുത്തുള്ള വീടുകളാണ്. അതായത് അച്ചമ്മയുടെ 2 അനിയന്മാർ ആണ് ഇവരുടെയൊക്കെ അച്ചാച്ചന്മാർ. അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ റിലേഷൻ വരുന്നത്. അവരുടെ അച്ഛമ്മയുടെയും അച്ചാച്ചന്മാരുടെയും മക്കളുടെ മക്കളൊക്കെയാണ്, അവരുടെ മക്കളൊക്കെയാണ് ഞങ്ങൾ ഈ ഗ്യാങ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു ഗ്യാങ് ഉണ്ടാവില്ലേ, പരസ്പരം കളിയാക്കാനും എന്തും പറയാനും പറ്റുന്ന ഒരു ഗ്യാങ്. അതേപോലെയുള്ള ഒരു ഗ്യാങ് ആണ് കേട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ കല്യാണം കഴിച്ച് നമ്മുടെ ഹസ്ബൻഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടന്മാരെ വൈഫ്, അവരൊക്കെ നമ്മളിലൊക്കെ സിങ്ക് ആവണ ഒരു ടീം തന്നെയാണ് അവരും.
അത് കാരണം നമുക്കും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന കേട്ടോ. അവരും നമ്മുടെ വൈബുള്ള ആൾക്കാരായ കാരണം കൂടുതൽ ഹാപ്പി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ട്രിപ്പിന് ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.